ഓരോ ദിവസവും ചൂട് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എ സി മേടിക്കാൻ പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്കും പൈസ കുറവുള്ളത് തന്നെ നമ്മൾ എ സിക്ക് പകരം ഇത്തരത്തിലൊരു പെഡസ്ട്രൽ ഫാനാണ് മേടിക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം രീതിയിൽ ഹൈ സ്പീഡാണ്, 1350 RPM ഒക്കെ ഉള്ള ഒരു പെഡസ്ട്രലാണ് നമ്മൾ മേടിച്ചത്. ഐവാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ ഇതേ ഹൈ സ്പീഡുള്ള മറ്റ് കുറേ ഫാനുകൾ പെഡസ്ട്രൽ നമ്മൾ കണ്ടു. പക്ഷേ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ശബ്ദം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പരിപാടി നടക്കുന്ന ഹാളിലോ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മൈക്കിലൂടെ ഈ ഫാനിൻ്റെ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ശബ്ദം ഉണ്ടാകുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്കും നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഫാനാണ് മേടിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജനാലയുടെ സൈഡിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള തണുത്ത കാറ്റ് അകത്തേക്ക് വലിച്ചു വിട്ടോളും. അതുകൊണ്ടാണ് എ സിക്ക് പകരമെന്ന് ഞാൻ പറയാനുള്ളത്. കാരണം എ സിക്ക് പകരം ഫാൻ ഒരിക്കലും ഒരു പകരക്കാരനാവില്ല. എങ്കിലും നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ചൂട് പോകാൻ വേണ്ടി ജനാല സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ തണുത്ത കാറ്റ് പുറത്തുനിന്ന് വലിച്ചകത്തേക്ക് വിട്ടോളും. ഇനി നമ്മൾ പെട്ടി തുറന്ന് ഓരോന്നോരോന്നായിട്ട് മാറ്റണം കേട്ടോ. പോള് നമ്മൾ എടുത്ത് മാറ്റി, പോസ്റ്റ് അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. നമ്മുടെ ഗാർഡ് ബ്ലാക്ക് മെറ്റലാണ്, അതുപോലെ നമ്മുടെ ബ്ലേഡ് മെറ്റലിൻ്റെ തന്നെയാണ്. ഇതാണ് അതിൻ്റെ ബേസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയൊരു ബേസാണ്. ബേസിൽ 4 സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പോള് അസംബിൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബേസ് മെറ്റലിൻ്റെ തന്നെയാണെന്ന് സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായാലല്ലേ. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ മോട്ടർ വരുന്നത്. മോട്ടറിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു ബ്രൗഷർ വെച്ചിട്ടുണ്ട്. ബ്രൗഷർ ഇതെങ്ങനെ അസംബിൾ ചെയ്യണം എന്നുള്ളതും പിന്നെ അതിൻ്റെ വാറൻറ്റി കാർഡായിട്ടുള്ള ഒരു നമ്പറും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ പെഡസ്റ്റൽ ഫാൻ മാത്രമല്ല, നമ്മുടെ വാൾ ഫാനിൻ്റെയും അസംബ്ലി കാണിക്കുന്നുണ്ട്. അതേ കമ്പനിയുടെ തന്നെ രണ്ടും ഏകദേശം ഒരേപോലത്തെ സംഭവം തന്നെയാണ്. നമ്മുടെ ഇതിൻ്റെ വില പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വില കേൾക്കാൻ കുറച്ച് താല്പര്യം ഉണ്ടാവും. 3599 ഇതിൻ്റെ വില. നമുക്ക് 3499 ആ റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ മോട്ടോർ അതിൽ നിന്ന് പാക്കിൽ നിന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ സാധനം. പിന്നെ സാധാരണ പെഡസ്റ്റലിനെ അപേക്ഷിച്ച് ഇതിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കുറക്കാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ മോട്ടറിൽ തന്നെയാണ് വരുന്നത്. സാധാരണ നമ്മൾ പെഡസ്റ്റൽ ഫാനിൻ്റെ പോസ്റ്റിൽ അല്ലെങ്കിൽ പോളിലായിരിക്കും ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് വരുന്നത്. ഇത് ഇതിൻ്റെ അകത്ത് മോട്ടറിൻ്റെ സൈഡിൽ തന്നെയാണ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മോട്ടറും അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ബേസ് എടുക്കുമ്പോൾ കണ്ടത് വെച്ചാൽ അതിൻ്റെ അടിയിലൊരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ താഴെ വെക്കുമ്പോൾ ഇത് പയ്യെ നിരങ്ങാനോ അല്ലെങ്കിൽ ഉരച്ചിൽ വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ റബ്ബർ ബീഡിങ് ഉള്ളതുകൊണ്ട് ഒരിക്കലും ഉരച്ചിൽ വീഴില്ല. ടൈലിലോ അല്ലെങ്കിൽ നിലത്തൊക്കെ ഉരച്ചിൽ വീഴാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളിനി ബേസിൽ വെച്ച് നമ്മുടെ പോൾ സെറ്റ് ചെയ്യാൻ പോകണം. പോളെന്ന് വെച്ചാൽ നമ്മുടെ മെയിനായിട്ടുള്ള പോസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകണം. അതായിട്ടുള്ള 4 സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പോള്. അപ്പോൾ ഇത് നമ്മൾ ഔട്ടർ പോളാണ് മെയിനായിട്ട് കാണുന്നത്. ഇനി ഇതിൻ്റെ അകത്തൊരു ഇന്നർ പോളും കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫാനിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ബേസ് അതിൽ സെറ്റ് ചെയ്ത് ആ ഹോള് 4 കറക്റ്റ് ചെയ്ത് സ്ക്രൂ ഇട്ട് പിടിപ്പിക്കാൻ പോകണ്ട. ഇതൊക്കെ വലിയ സംഭവമൊന്നുമില്ല, നമ്മൾ കാണിച്ചു പോകുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മുടെ നല്ലൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ ടൈറ്റ് ആവുന്ന കേസേ ഉള്ളൂ. അതപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പോളിൻ്റെ മുകളിലൊരു റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് നോബ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്നർ പോൾ ഉള്ളത്. അപ്പോൾ ഈ ത്രെഡ് ടൈറ്റ് ആകുമ്പോൾ അത് ഏത് പൊസിഷനാണ് അവിടെ വെച്ച് ലോക്കാവും. അപ്പോൾ നമ്മൾ ഇന്നർ പോൾ വലിച്ച് പുറത്തേക്ക് എടുക്കണം. മാക്സിമം ഹൈറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് നോബ് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ആ പൊസിഷനിൽ ലോക്ക് ആയിക്കോളും. പിന്നെ നമ്മുടെ മോട്ടർ ഇതിലേക്ക് കയറ്റുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ നോബ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ക്രൂ ആണ്. നിങ്ങൾക്ക് ആ ഹോളിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ പോളിൻ്റെ അകത്ത് ടൈറ്റായിട്ട് നിന്നോളും. നമ്മുടെ പോസ്റ്റിൽ അത് ടൈറ്റായിട്ട് നിന്നോളും. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ ഇറക്കി വെക്കുക. എന്നിട്ട് ആ നോബ് ടൈറ്റ് ചെയ്യുക. പിന്നെ അത് ലോക്കായി അവിടെ നിന്നോളും. ഇനി നമുക്ക് അസംബിൾ ചെയ്യാനുള്ളത് നമ്മുടെ ഗാർഡും പിന്നെ മെയിനായിട്ടുള്ള ബ്ലേഡുമാണ്. അപ്പോൾ അത് 2 പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കാം. ബ്ലേഡ് അതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ വയർ ടൈയൊക്കെ കേബിൾ ടൈയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പുറകിലത്തെ റിയർ ഗാർഡും ഇത് ഫ്രണ്ട് ഗാർഡുമാണ്. ബ്ലേഡ് നമ്മൾ പൊട്ടിച്ച് കാണിച്ചു തരാം. ബ്ലേഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലേഡ് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മെറ്റൽ ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറാണ് അവർ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ, അത് ബ്ലേഡ് മെറ്റലാണ്. പിന്നെ നമ്മുടെ 4 സ്ക്രൂ നമ്മൾ ആ മോട്ടറിൻ്റെ സൈഡിലുണ്ട്, അത് റിലീസ് ചെയ്യണം. നമ്മുടെ റിയർ ഗാർഡ് അതിലാണ് അസംബിൾ ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കോപ്പറിൻ്റെ വൈൻഡിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോക്സിൽ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു കോപ്പർ വൈൻഡിങ്. നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ. ഇനി റിയർ ഗാർഡ് നമ്മൾ പിടിപ്പിക്കാനുണ്ടോ. 4 സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ പിടിപ്പിക്കുകയാണ്. റിയർ ഗാർഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഔട്ട് സൈഡിലായിട്ടൊരു ഗാർഡിൻ്റെ റിങ് കൊടുത്തിട്ടുണ്ട്. ആ റിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ ഔട്ട് സൈഡിലെ പുറത്തുള്ള ഗാർഡും കൂടി അസംബിൾ ചെയ്യേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞു.
ഇനി ആ ഷാഫ്റ്റിൽ നമ്മളൊരു കവർ കൊടുത്തിട്ടുണ്ട്, അത് മാറ്റണം. എന്നിട്ട് വേണം നമ്മുടെ ബ്ലേഡ് അതിൽ പിടിപ്പിക്കാൻ. അതുപോലെ ഇവിടെ ഒരു സർക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. സർക്ലിപ്പ് കൊടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലേഡ് അകത്തേക്ക് മാക്സിമം പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഷാഫ്റ്റിൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് സർഫസ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അതായത് നമ്മുടെ ബ്ലേഡിൽ ഒരു അസംബ്ലി ചെയ്യണ സ്ക്രൂ ഉണ്ട്, അസംബ്ലി സ്ക്രൂ. അത് ആ ഒരു ഫ്ലാറ്റ് സർഫസിലാണ് വന്ന് ടൈറ്റ് ആവേണ്ടത്. അവിടെ അല്ലാതെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ടൈറ്റായി കഴിഞ്ഞാൽ ബ്ലേഡ് പുറത്തേക്ക് ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. അവിടെ ടൈറ്റായി കഴിഞ്ഞാൽ കറക്റ്റ് ലോക്കായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ നമ്മൾ ബ്ലേഡ് അകത്തേക്ക് കയറ്റുന്നു, ഒന്ന് കറക്കിയൊക്കെ നോക്കുന്നു. സംഭവം സ്ലൈഡ് ഫിറ്റായിട്ട് സൂപ്പറായിട്ട് കയറിയിട്ടുണ്ട്. ഇനി അത് കറക്റ്റ് പൊസിഷനിൽ ആ ഫ്ലാറ്റ് സർഫസ് എന്ന സ്പേസിൽ വെച്ചിട്ട് നമ്മുടെ അസംബ്ലി സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബ്ലേഡ് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഔട്ടർ ഗാർഡ്, അതായത് പുറമേയുള്ള ഗാർഡ് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗാർഡിൻ്റെ റിങ് അവിടെ ഉണ്ട്. 2 ഗാർഡുകളും ഈ റിങ്ങിലാണ് അസംബ്ലി ഒരുമിച്ച് സെറ്റാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു സ്ക്രൂ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഏതായാലും പുതിയത് മേടിക്കുമ്പോൾ എപ്പോഴും ടൈറ്റ് ചെയ്ത് വെച്ചേക്കായിരിക്കും. അപ്പോൾ അതൊന്ന് ലൂസ് ചെയ്തിട്ട് നമ്മുടെ ഔട്ടർ ഗാർഡ് അതിൽ കയറ്റി ആ റിങ്ങിൽ സെറ്റ് ചെയ്ത് ഇപ്പോൾ ലൂസ് ചെയ്ത സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി വളരെ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്ലഗ് ഇൻ ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാൻ പോകാം. പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ആകെ 3 സ്പീഡ് ഫാനേ ഉള്ളൂ, 1, 2, 3 മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ മോട്ടറിൽ തന്നെയാണ്. സാധാരണ പെഡസ്റ്റൽ പോലെ നമ്മുടെ ഷാഫ്റ്റ് മേലല്ല വരുന്നത്. പിന്നെ നമ്മുടെ ഓസിലേഷൻ സ്വിച്ച് എന്നാണ് പറയണത്. അതായത് നമ്മൾ ഫാൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്വിച്ചും നമ്മുടെ സാധാരണ ഫാനിൽ പെഡസ്റ്റൽ ഉണ്ടാകുന്ന പോലെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഫാനിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയാണ്. കാറ്റും നല്ല ഹൈ സ്പീഡ് കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ ചൂടുകാലത്ത് മേടിച്ച് വെക്കാൻ പറ്റിയൊരു കമ്പനിയാണ്. ഇതിനേക്കാളും നല്ല കമ്പനി നിങ്ങളുടെ അറിവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി വന്നേക്കാം.